കുട്ടമ്പുഴ ടൗണിനും ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോടും ചേർന്ന് കാട്ടാനകളെത്തി. കഴിഞ്ഞ രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം സമീപത്തെ കൃഷിയിടങ്ങളിൽ നാശം വിതച്ചാണ് മടങ്ങിയത്. കുട്ടമ്പുഴ പുഴ കടന്നെത്തിയ കാട്ടാനക്കൂട്ടമാണ് ടൗണിനോട് തൊട്ടടുത്ത് വരെ എത്തിയത്. മണിക്കൂറുകളോളം സമീപത്തെ കൃഷിയിടങ്ങളിൽ ആനകൾ ഉണ്ടായിരുന്നുവെന്ന് കർഷകൻ എബി കുര്യാക്കോസ് പറഞ്ഞു. തെങ്ങും വാഴയും കമുവുമെല്ലാം നശിപ്പിച്ചു. മറ്റു ചില കൃഷിയിടങ്ങളിൽ കൂടി നാശം വിതച്ച ശേഷം പുലർച്ചെയോടെയാണ് ആനകൾ മടങ്ങിയത്. രാത്രി ഒരു 11 മണിയോടുകൂടി ഒരു കൂട്ടം ആന സെറ്റ് വന്നിട്ട് നമ്മുടെ പറമ്പിലുള്ള തെങ്ങ്, വാഴ, കവുങ്ങ് ഇതൊക്കെ നശിപ്പിച്ചൊക്കെ ഉണ്ട്. ഒരു 4 തെങ്ങോളം മറിച്ച് മൊത്തം കൊളാക്കിയിട്ടുണ്ട്. അതുപോലെ 3-4 ഏത്തവാഴ, അതുപോലെ കവുങ്ങ് 3-4 അതിൻ്റെ പ്ലാവിൻ്റെ തൈ അവിടെ നിന്ന് കളഞ്ഞു. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന തെങ്ങ് മുകളിൽ നിൽക്കുന്ന മൊത്തം ഒടിച്ച് നാശമാക്കി. ഒരു തെങ്ങിൻ്റെ കൊല മൊത്തം ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട്. അക്കരയിൽ നിന്ന് കയറി വന്ന് നേരെ അക്കരയ്ക്ക് തന്നെ തിരിച്ചു പോയത്. അതിൻ്റെ അടുത്ത പറമ്പിലേക്ക് പിന്നെ കയറി പോവുക ചെയ്തത്. ഒരു രാത്രി 3:00 ഇവിടുന്ന് പോയിട്ട് അടുത്ത പറമ്പിൽ കയറി അവിടെ കൊളാക്കി ഫോറസ്റ്റുകാർ വന്ന് ഓടിച്ച് അക്കരയ്ക്ക് വിട്ടു. കുട്ടിയാനകൾ ഉൾപ്പെടുന്ന സംഘമാണ് പുഴ കടന്നെത്തിയത്. ജനങ്ങൾ വലിയ ആശങ്കയിലാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പി ജോഷി പറഞ്ഞു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുട്ടമ്പുഴ ടൗണിലെ പഞ്ചായത്ത് ഓഫീസിനോട് 50 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഇന്നലെ രാത്രി ഒരു കൂട്ടം കാട്ടാന, കുഞ്ഞുങ്ങളടക്കം ഉള്ള ഒരു കൂട്ടം കാട്ടാന ഈ കൃഷിയിടത്തിൽ, ഈ പുരയിടത്തിൽ പ്രവേശിക്കുകയും ഇവിടെയുണ്ടായിരുന്ന തെങ്ങും കമുകുമെല്ലാം മുഴുവൻ നശിപ്പിച്ച് അത് തിന്ന് ഇവിടെ ആറാടിയിട്ടാണ് പോയിട്ടുള്ളത്. എന്നുവെച്ചാൽ കുട്ടമ്പുഴയുടെ ഭരണസ്ഥിരാകേന്ദ്രത്തോട് ഇത്രയും തൊട്ടടുത്ത് വരെ ആന കയറി ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആശങ്കാകുലരാണ്. ഇത് ഈ കാണുന്ന പെരിയാറിൻ്റെ അപ്പുറ സൈഡിൽ നിന്നും ആന ഈ പുഴ നീന്തി കടന്ന് ഇക്കരെ എത്തിയാണ് ഈ പരാക്രമങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് എൽദോസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ അതിദാരുണമായി ആന കൊലപ്പെടുത്തിയത്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് 5-6ഓളം ആളുകളാണ് വന്യമൃഗ ശല്യത്താൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ജനങ്ങളിവിടെ രാത്രി ഉറങ്ങാൻ കഴിയാതെ ജീവൻ കയ്യിലെടുത്തു വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം. ഈ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനിയും വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.